ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേണുവിനെയും അനാമികയും അതുപോലെ രേവതിയൊക്കെ നന്ദുവും നവ്യയും കൂടെ അടിച്ച് തകർത്തിരിക്കുകയാണ്. ആകെപ്പാടെ പരിക്ക് പറ്റിക്കിടക്കുന്ന വേണുവൊക്കെ അബദ്ധത്തിലൊരു കേസും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് പകരമായിട്ട് അനാമിക നന്ദുവിനിട്ടൊരു പണി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നന്ദുവിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനാമിക വേണുവിനോടും രേവതിയോടും പറയുന്നുണ്ട്, അത് ഈ പ്രശ്നം നമുക്കൊരു വലിയ പ്രശ്നമാക്കണ്ട. ഇനി എങ്ങാനും അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് പാലിൽ വിഷം ചേർത്തത് നമ്മളാണെന്ന്, കേസും പോലീസും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ സത്യമൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞാൽ നമ്മളായിരിക്കും അകത്ത് പോകുക. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഞാൻ പരാതിയായിട്ടൊന്നും കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു പരിചയക്കാരനായിരുന്നു ആ എസ് ഐ, അതുകൊണ്ട് അയാളോടൊരു പരാതി പോലെ അങ്ങ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അവരത് കാര്യമാക്കില്ലായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, നമുക്ക് ആ പരാതി അങ്ങ് പിൻവലിക്കാം. പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. നന്ദു സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ തന്നെയായിരിക്കും അകത്ത് പോവുക എന്ന് പറയുക. അപ്പോൾ അനാമികയും പറയാണ്, ശരിയാണ്, അങ്ങനെ നമ്മൾ അകത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അനന്തപുരിയെ നിൽക്കാൻ പറ്റില്ല. ഇതിൻ്റെ എന്തെങ്കിലും സത്യാവസ്ഥ പുറത്ത് വന്നാൽ പിന്നെ അനി അപ്പോൾ എന്നെ ഉപേക്ഷിക്കും. ആ വീട്ടിൽ നിന്ന് അവരെല്ലാവരും എന്നെ പുറത്താക്കുകയും ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ തൽക്കാലം കേസിനൊന്നും വേണ്ടാന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ. അനിയും നന്ദുവും കൂടി സംസാരിക്കുന്നത് കണ്ട് അനാമികയുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട്, അതെ എടി, നിൻ്റെ ഹസ്ബൻഡ് അനി അവൻ്റെ പഴയ കാമുകി നന്ദുവായിട്ട് അവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് എന്ന് പറയണം. ഇതോടെ കേൾക്കുമ്പം അനാമികയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അനാമിക വേണുവിൻ്റെ അടുത്ത് നിന്ന് കലി തുള്ളുവാണ്. അനി അവനിവിടെ നിങ്ങളുടെ വിശേഷം അറിയാൻ വന്നിട്ട് അവളെ പോയി കണ്ട് സംസാരിക്കുക, നന്ദി പറയുമായിരിക്കും, നമ്മളെല്ലാം അടിച്ചിട്ടതിനുള്ള നന്ദി എന്നൊക്കെ പറയാണ്. അപ്പോൾ വേണു പറയാണ്, അവൻ അത്രയ്ക്ക് അഹങ്കാരമോ? ഇവിടെ വന്ന് അവൻ പിന്നെ നമ്മളെ തന്നെ അവളെ തന്നെ പോയി കണ്ട് സൽക്കരിക്കാനോ? ഇത് ശരിയാവില്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനാമിക പറയാണ്, എനിക്കിതാ അച്ഛാ സഹിക്കാൻ മേലാത്തത്. അവനിപ്പോഴും അവളുടെ പുറകെ തന്നെ നടക്കുകയാണ്. അവൻ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അനന്തപുരിയിലെ സ്വത്ത് മാത്രമാണ് മനസ്സിൽ വച്ചിട്ടുള്ളത്. അതിൽ നിന്നൊരു തരി പോലും എടുത്തു മാറ്റാനോ അടിച്ചു മാറ്റാനോ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഇനി അതൊന്ന് വാങ്ങിച്ചെടുക്കും എന്ന് പറയാണ്. അപ്പോൾ വേണു പറയാണ്, എടി മോളെ, നീ അതൊന്നും പേടിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇവനെ അങ്ങ് ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സ് ചെയ്താൽ തന്നെ കിട്ടാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ്. അതിങ്ങ് പോരുക തന്നെ ചെയ്യും മോളെ എന്ന് പറയാണ്. അപ്പോൾ അനാമികയും പറയാണ്, അതൊക്കെ എനിക്കും അറിയാച്ചാ, പക്ഷേ അതിന് നമുക്കൊരു ബലം വേണ്ടേ? ഒരു കുട്ടി പോലും ഇല്ലാതെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒന്നും കിട്ടിയില്ലെങ്കിലോ? എങ്ങനെയാണേലും അവിടുന്ന് കിട്ടാനുള്ളതൊന്നും കിട്ടാതെ ഞാൻ പോരില്ല. അല്ലാതെ അനിയുടെ പുറകെ തൂങ്ങി നടക്കാനൊന്നും എന്നെ കിട്ടില്ല. സ്വത്ത് മോഹിച്ച് മാത്രമാണ് ഞാൻ അവനെ സഹിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം വേണു പറയുന്നുണ്ട്, അതെ, വേറൊരു കാര്യമുണ്ട്. നമുക്കൊരു പണി കൊടുത്താലോ? ഇവൻ എപ്പോഴും ഈ നന്ദുവിനെ പോയി കാണുന്നത് കൊണ്ട് അവർ തമ്മിൽ അവിഹിതമാണെന്ന് എല്ലായിടത്തും പറഞ്ഞു വരുത്താം. അതുപോലെ തന്നെ ഒരു കേസും അങ്ങ് നമുക്ക് കൊടുക്കണം. കൊടുത്തിട്ട് ആ നന്ദുവിനെ നമുക്ക് കയ്യോടെ പൊക്കിക്കണം. നമ്മളെ ഈ വിധമാക്കിയത് അനിയെ കെട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു പരാതിയും കൊടുക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ അനാമിക പറയാ, ശരിയാ, അനിയുടെ പേർക്ക് ഒരെണ്ണം അങ്ങ് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഗാർഹിക പീഡനത്തിന് എനിക്ക് മനസ്സമാധാനം തരുന്നേയില്ല അവൻ എന്നൊക്കെ പറയാണ്. ഒറ്റ കൈക്ക് നമുക്ക് അത് തന്നെ കളിക്കാമെന്ന് വീണും പറയുക. അങ്ങനെ അവർ നന്ദുവിൻ്റെ പേരിലൊരു പരാതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നന്ദുവിൻ്റെ പേരിൽ കൊടുക്കുന്ന പരാതി എന്താണെന്ന് വെച്ചാൽ അനാമികയെ അനിയും തമ്മിലുള്ള അവിഹിത ബന്ധം ചോദ്യം ചെയ്തതിനെ തുടർന്ന് നന്ദു അനാമികയെയും അടിച്ചു, അതുപോലെ തന്നെ വേണുവിനെയും രേവതിയെയും വീട്ടിൽ കയറി വന്ന് അടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പരാതിയാണ് കൊടുക്കുന്നത്. അപ്പോൾ വേണുവിൻ്റെ പരിചയക്കാരനാണ് എസ് ഐ. അപ്പോൾ എസ് ഐയോട് പറയുന്നുണ്ട്, വേണ്ട രീതിയിൽ താനങ്ങ് കൈകാര്യം ചെയ്തേക്കണം. കാരണം അവൾ ഞങ്ങളുടെ ശത്രുവാണെന്ന് പറയാണ്. എന്തായാലും അവളെ ഒരു ദിവസമെങ്കിലും സ്റ്റേഷനിൽ ഇട്ടേക്കണം എന്ന് പറയുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റു. അക്കാര്യത്തിൽ വേണു പേടിക്കൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടന്നോളൂ എന്ന് പറയാണ്. അങ്ങനെ ചെന്ന് നേരെ നമ്മുടെ നന്ദുവിനെ അറസ്റ്റ് ചെയ്യാണ് കേട്ടോ പോലീസ്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, എന്ത് കേസാണ് എൻ്റെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പം അയാൾ പറയുന്നുണ്ട്, അത് എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കയറി അവരെ തല്ലി ചതച്ചിടുക എന്ന് പറയണം. അപ്പം നന്ദു പറയുന്നുണ്ട്, അതിന് നിങ്ങൾ ഈ തെളിവുണ്ടോ? അവർ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ആ പോലീസുകാരൻ പറയാണ്, അതൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഇപ്പം നിങ്ങളല്ലേ ആ വീട്ടിൽ പോയി അവരെ തല്ലിയിട്ടതെന്ന് ചോദിക്കുക.
അപ്പം നന്ദു പിന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം പറയാണ് നിങ്ങളാണല്ലോ, അപ്പം വന്നോളൂ എന്ന് പറയുക, സ്റ്റേഷനിലേക്ക് വന്നോളൂ എന്ന് പറയാണ്. എന്നിട്ട് നിങ്ങളുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കേസ് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുക. അപ്പം പറയാ എന്തിൻ്റെ പേരിലാണ് ഞാൻ അവരെ തല്ലേണ്ടത്, അവരെ തല്ലെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ എന്ന് നന്ദു പറയാണ്. എന്ത് കാരണമായാലും അതൊക്കെ കോടതിയിൽ അങ്ങ് ബോധിപ്പിച്ചാൽ മതി, ഇവിടെ അതൊന്നും ബോധിപ്പിക്കണ്ട എന്ന് പറയാണ് SI. അപ്പം നന്ദു പറയുന്നുണ്ട് അവർ എന്താ എൻ്റെ ചേച്ചിമാരോട് ചെയ്തതെന്നറിയോ, അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, പക്ഷേ നീ അവരുടെ വീട്ടിൽ പോയി അവരെ തല്ലിയിട്ടു, അതിൻ്റെ കാരണം അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ, അവരുടെ മകളുടെ ഭർത്താവുമായിട്ട് നിങ്ങൾക്ക് അവിഹിത ബന്ധമുണ്ട്, അത് അവർ ചോദ്യം ചെയ്തതിനെ തുടർന്ന് നിങ്ങളെ അടിച്ചതാണെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാണ്. അങ്ങനെ നന്ദു സ്റ്റേഷനിലായിരിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം അനിയെ കൂടി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അനാമികയെ ഗാർഹിക പീഡനം, അവിഹിത ബന്ധം ചോദ്യം ചെയ്തതിന് അനാമികയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതേസമയം നന്ദുവിനെ അറസ്റ്റ് ചെയ്തെന്നറിയുമ്പോഴേക്കും കനകയും ഗോവിന്ദനും ഒക്കെ ആകെ ടെൻഷൻ ആവുകയാണ്. കനക നയനയെ വിളിക്കുന്നുണ്ട്, മോളെ നന്ദുമോൻ്റെ കാര്യം അറിഞ്ഞോ നീ, അവളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. എന്താ എനിക്കറിയില്ല, ഒരു സമാധാനവും കിട്ടുന്നില്ലെന്ന് പറയുകയാണ്. അപ്പോൾ നയന പറയണം, അമ്മ പേടിക്കണ്ട, അത് ആ അനാമികയുടെ അച്ഛൻ്റെ അമ്മയുടെയും പണിയാണ്. അവരെ കഴിഞ്ഞ ദിവസം വീട്ടിൽ കയറി ആരൊക്കെയോ തല്ലി ചതച്ചു, അത് നന്ദുവും ഫ്രണ്ട്സും ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ അവർ കേസ് കൊടുത്തു, അതുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തതാണെന്ന് പറയാണ്. അപ്പോൾ കനക പൊട്ടിക്കരയാണ്. എന്താ ചെയ്യുക ഇനി, ആരാ ചോദിക്കാനുള്ളത്, അവളൊരു കൊച്ചു പെൺകുട്ടിയല്ലേ, വിവാഹപ്രായം പോലും ആകാത്ത ഒരു പെൺകുട്ടി, അവൾ ഒരു ദിവസം മുഴുവൻ സ്റ്റേഷനിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് സഹിക്കാൻ പറ്റും, നയനമോളെ എന്താ ചെയ്യുക ഞാൻ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് കനക. അപ്പം നയന പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ വിഷമിക്കാതെ, കരയേണ്ട കാര്യമൊന്നുമില്ല, കാരണം ആദർശമായിട്ട് വരട്ടെ, അനിയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും അനാമികയുടെ പണി തന്നെയാണ്. അങ്ങനെ അനിയും നന്ദുവും സ്റ്റേഷനിലുണ്ട്. ആദർശേട്ടൻ എത്തിക്കഴിയുമ്പോൾ അവരെ ജാമ്യത്തിലിറക്കും, ആ കാര്യത്തിലൊന്നും അമ്മ പേടിക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ. പക്ഷേ കനക ആകെപ്പാടെ ടെൻഷൻ അടിച്ചിട്ട് കനക സ്റ്റേഷൻ്റെ മുന്നിലേക്ക് പോവാണ്. അവിടെ പോയി പുറത്തിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. എന്നിട്ട് പറയാ, എന്ത് ചെയ്യും എനിക്കറിയില്ല, എൻ്റെ കുട്ടി ഇന്ന് ആഹാരം പോലും കഴിച്ചിട്ടുണ്ടാവില്ല, എത്ര സമയമായി അവിടെ കയറിയിട്ട്, പാവം, ഇനിയിപ്പം എന്തെങ്കിലും ഒരു വിവാഹാലോചനയെങ്കിലും അതിന് വരുമോ, നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, SI ടെസ്റ്റൊക്കെ എഴുതി പാസ്സായതാ, ഈ കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ അവൾക്ക് ആ ജോലി കിട്ടുമോ, എൻ്റെ കുഞ്ഞിന് ആ ജോലി ഒരുപാട് ആഗ്രഹമായിരുന്നു, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് കനക അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. ഈ സമയത്ത് ആദർശ് അങ്ങോട്ട് എത്തുന്നുണ്ട്. ആദർശ് ചോദിക്കുക, എന്താ അമ്മയെന്ന് ചോദിക്കുക. അപ്പം പറയാം, മോനെ എങ്ങനെയെങ്കിലും നന്ദുവിനെ പുറത്തിറക്കണം, അവൾ ഇന്നൊരു ദിവസം കൂടെ ആ ജയിലിൽ കിടന്ന എന്തായിരിക്കും അവസ്ഥ, കള്ള കേസ് കൊടുത്ത അനാമികയൊക്കെ അവൾ ചെയ്തത് എന്താണെന്നറിയോ, അവളെ തല്ലിയെന്ന് പറഞ്ഞ് കേസ് കൊടുത്തതാ, നന്ദുമോൻ എന്തായി എനിക്ക് ഓർക്കാൻ വയ്യ, സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് കനക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, ജാമ്യത്തിൽ ഇറക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ആദർശ് സ്റ്റേഷൻ്റെ അകത്ത് ചെല്ലുകയാണ്. അപ്പോൾ അനിയും നന്ദും ഉണ്ട്. അപ്പോൾ SIയോട് സംസാരിക്കുന്നുണ്ട്, എന്തിനാ ഇവരെ അറസ്റ്റ് ചെയ്തെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അനിക്ക് എതിരെ ഒരു ഗാർഹിക പീഡന കുറ്റമാണ്, ഇവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ട്, അത് അനിയുടെ ഭാര്യ അനാമിക ചോദ്യം ചെയ്തപ്പോൾ ആ കുട്ടിയെ ഒരുപാട് അടിച്ചു, അതിൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് അനിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നന്ദു ആണെങ്കിൽ അനാമികയുടെ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിൽ കയറി അവരെ ആക്രമിച്ചിട്ടുണ്ട്, അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അതിൻ്റെ പേരിലാണെന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും വിടാൻ പറ്റുന്ന കേസുകളല്ല രണ്ടും എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയണേ, ഞാൻ ബാക്കി കണ്ടോളാം, പേടിക്കണ്ട എന്ന് പറയുക. അങ്ങനെ ആദർശ് പോയിട്ട് വക്കീലിനെയൊക്കെ കണ്ടിട്ട് വരികയാണ്. എന്നാലും ഒരു ദിവസം നന്ദുവിനും അനിക്കും സ്റ്റേഷനിൽ തന്നെ നിൽക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസമാണ് കേട്ടോ ജാമ്യം കിട്ടുന്നത്. അപ്പം ജാമ്യം കിട്ടാതെ വരുമ്പോഴേക്കും കനകയൊക്കെ ഭയങ്കരമായിട്ട് ആർത്തലച്ച് കനക കരയാണ്. എൻ്റെ കുഞ്ഞ് ഇന്ന് ജയിലിലാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കരയുന്നൊക്കെ കാണിക്കുന്നുണ്ട്. ആദർശ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം ജാമ്യം കിട്ടി നന്ദു പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങുമ്പോൾ അവിടെ കനകയും നയനയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഓടിച്ചെന്ന് കനക കെട്ടിപ്പിടിച്ചിട്ട് പറയാം, നന്ദുമോനെ എന്താ നീ ഇന്നലെ ഭക്ഷണം കഴിച്ചോ, വാ മോനെ ഭക്ഷണം തരാം എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ കനക അങ്ങ് കരഞ്ഞ് കൂവാണ് കേട്ടോ. അതേസമയം അനാമിക അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, അത് ഇവരുടെ പേരിലുള്ള കുറ്റം ഇതാണ്, എൻ്റെ അച്ഛനും അമ്മയും തല്ലി ചതച്ചു, ഈ അവിഹിത ബന്ധം ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ബോധിപ്പിക്കുകയും ചെയ്യാണ്. അങ്ങനെ ആദർശാണെങ്കിൽ അനാമികയെ എടുത്ത് കൊടയുന്നുണ്ട് കേട്ടോ. ആദർശ് പറയാണ്, അനാമികയെ ഒരു വീട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനത്തെ കാര്യം ചെയ്യരുത്, അനിയും നന്ദുവും തമ്മിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പിന്നെ എന്തെങ്കിലും വൈരാഗ്യത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടാ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്താനുണ്ട്, നിങ്ങളുടെ
ഞങ്ങളുടെ വീട്ടിൽ അനന്തപുരിയിൽ ചില അപകടങ്ങളൊക്കെ വരുത്തി വെച്ചത് ആരൊക്കെയാണെന്നുള്ള കാര്യവും അതിൻ്റെ സത്യങ്ങളും ഒക്കെ വെളിപ്പെടുത്താനുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ അനാമികയുടെ അച്ഛനെയും അമ്മയും തല്ലിയത്. അത് അവർ അർഹിക്കുന്നത് തന്നെയാണ് ആദർശേട്ടാ. അതുപോലെ തന്നെ ഈ സത്യങ്ങളൊക്കെ ചില തെളിവുകളോടുകൂടി പുറത്തു വരാനുണ്ട് എന്ന് പറയാണ് കേട്ടോ. അതൊക്കെ ഇനി നന്ദു പുറത്ത് കൊണ്ടുവരികയും ചെയ്യും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്